Hello friends, welcome back to Technique Malayalam. In നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അഫോർഡബിൾ കാറ്റഗറിയിലെ ഒരു TWS ആണ് പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പോക്കോ ബഡ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പോക്കോ നമുക്കറിയാം സ്മാർട്ട് ഫോൺസ് ഇറക്കാതെ കുറച്ച് കാലങ്ങളായി. അപ്പോൾ ഈ പോക്കോ ബഡ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുമ്പേ വരും എന്നൊക്കെ പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ അന്നൊന്നും നടന്നില്ല, പ്രോബ്ലി കോവിഡൊക്കെ കാരണം അതൊന്നും ആ പ്ലാനൊന്നും നടപ്പാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഫൈനലി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് പോക്കോ ബഡ്സ്. അപ്പോൾ ബോക്സ് തന്നെ കണ്ടില്ല, ആ യെല്ലോ കളറാണ് പോക്കോൻ്റെ ഒരു ട്രഡീഷണൽ യെല്ലോ കളർ ഉണ്ടല്ലോ, ആ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1199 രൂപ, അതായത് 1200 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ 1200 രൂപയ്ക്ക് ഇത് വേർത്താണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാണ് പോക്കോ ബഡ്സിൻ്റെ ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറിൻ്റെ ബഡ്സ് ആണ് വരുന്നത്, പോക്കോ ബഡ്സ് എഴുതി കാണാം. പിന്നെ സൈഡിൽ നമുക്ക് കാണുന്നത് അപ് ടു 30 hours ഓഫ് പ്ലേ ബാക്ക്, 12mm എക്സ്ട്രാ ബേസ് ഡ്രൈവേഴ്സ്, 60 millisecond ലോ ലേറ്റൻസി ഫോർ ഗെയിമിങ്, ബ്ലൂടൂത്ത് 5.3 ENC ഉണ്ട്, അതായത് കോൾസിനെല്ലാം, IPX4 സ്വെറ്റ് ആൻഡ് വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻസ്, പിന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ട്, അത് പെട്ടെന്ന് നമുക്ക് പുതിയൊരു സ്മാർട്ട് ഫോണിലേക്ക് പെയർ ചെയ്യാന്നുള്ളതാണ്. ഒരു ആപ്പ് സപ്പോർട്ട് ഉണ്ട്, പക്ഷേ ആപ്പിൽ കാര്യമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ലോ ലേറ്റൻസി മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും തന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് TWS ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പോക്കോ ബഡ്സ്. അപ്പോൾ പോക്കോൻ്റെ ഒരു എൻട്രി ലെവൽ TWS ആണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ സർക്കുലർ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് ഡിസൈനാണ് വരുന്നത്. പോക്കോ എന്ന് ഇവിടെ എഴുതി കാണാം, അതും യെല്ലോ കളറാണ്. ഒരു മാറ്റ് ഫിനിഷ് കേസും ഒരു സിൽവർ ഒരു ഗ്ലോസി എന്താ പറയുക ഒരു ആക്സെൻറ്റ് സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക ഒരു ഡിഫറൻഷിയേറ്റിംഗ് ആസ്പെക്ട്. ഇവിടെ നമുക്കിവിടെ USB Type-C പോർട്ടും പിന്നെ ഒരു എന്താ പറയുക LED ലൈറ്റും കാണാൻ വേണ്ടിയില്ലേ, ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആ എന്താ ടിപ്പിക്കൽ പോക്കോ യെല്ലോ കളർ കാണാം, നല്ലൊരു സ്റ്റൈലിഷ് കളറാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയില്ലേ ബഡ്സിൻ്റെ ഡിസൈനും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് മെക്കാനിസം കണ്ടോ, പുറത്തോട്ട് താഴോട്ട് വീട് പോകുന്നില്ല, അപ്പോൾ നല്ല സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ ഈ കേസിൻ്റെ ഇതും കണ്ടോ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, എനിക്കൊന്ന് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റി ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ബഡ്സിനകത്തും ഒരു ചെറിയൊരു LED ലൈറ്റ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഇയർ ടിപ്സ്, നമുക്ക് അഡീഷണൽ ഇയർ ടിപ്സ് ഉണ്ട്. ഇത് കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്, ഫുൾ ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എഴുതിയതാണ്. താഴത്ത് നമുക്ക് ചാർജിങ് പോർട്ടും മുകളിൽ മൈക്രോഫോണും കാണാം. അപ്പോൾ ENC ഉണ്ട്, എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. അതേപോലെ തന്നെ ഇതുണ്ടല്ലോ കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷും അതേപോലെ ഒരു ലുക്സിൻ്റെ കാര്യത്തിലാണ് ഈ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് യെല്ലോ ഒരു ടിപ്പിക്കൽ ഇയർഫോൺ വരുന്ന ഒരേ സെയിം കളർ ടോൺ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇനി കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പോക്കോ ബഡ്സ് വെയർ ചെയ്തിരിക്കുകയാണ്, കണ്ടില്ലേ വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ട് ലെവലുണ്ട്. അതേപോലെ തന്നെ ഇത് ഭയങ്കര ഒരു ഹെവി ഫീലൊന്നുമില്ല. പിന്നെ നമുക്ക് ചെവിയിൽ ഫിറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇയർ ടിപ്സ് ചേഞ്ച് ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടില്ലേ എനിക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല, നല്ലൊരു ഫിറ്റാണ് വരുന്നത്. പിന്നെ ജസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാപ്പ് ചെയ്താൽ മതി, സിംഗിൾ ടാപ്പും ഡബിൾ ടാപ്പും അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വളരെയധികം ഒരു ഭയങ്കര സെൻസിറ്റീവ് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അക്കസ്റ്റംഡ് ആവുന്ന ടൈപ്പ് അല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ടച്ച് കൺട്രോൾസ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കത് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ആക്ച്വലി ആപ്പ് വഴി കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ബേസിക് കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഓവറോൾ കംഫർട്ട് ലെവലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം തന്നെ നല്ലതാണ്. പിന്നെ ചെവിയിൽ വേദനയോ അങ്ങനത്തെ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല. ഈവൻ കണ്ടില്ലേ ഞാൻ എൻ്റെ ചെവിയിൽ നിന്ന് വീണ് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പം ആ കാര്യത്തിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഓഡിയോ കോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി, പ്രശ്നങ്ങളൊന്നും നോട്ടീസ് ചെയ്തില്ല. അതേപോലെ തന്നെ ഞാൻ വിളിച്ചപ്പോഴും അതേപോലെ എനിക്ക് കോൾ റിസീവ് ചെയ്തപ്പോഴൊക്കെ തന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതേപോലെ കോളിൻ്റെ ക്വാളിറ്റി സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ENCൻ്റെ എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ കോൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ പരാതികളൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.3 ആണ്, IPX4 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുന്നത് അതാണല്ലോ ഇയർഫോൺസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. സൗണ്ട് ക്വാളിറ്റി ഒബ്വിയസ്ലി എല്ലാ ബഡ്ജറ്റ് TWSനും പോലെ തന്നെയാണിത്. കുറച്ച് ബേസിലേക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ബേസാണ്, അത് എക്സ്ട്രാ ബേസ് ആണെന്ന് ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. നമുക്ക് എക്സ്ട്രാ ബേസാണ്, അതായത് 12mm
ബേസ് എക്സ്ട്രാ ബേസ് ഡ്രൈവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസ് ക്വാളിറ്റി നല്ലതാണ്. അതിനൊപ്പം തന്നെ വേറൊരു നല്ല ആസ്പെക്ട് എന്താ വെച്ചാൽ ഈവൻ ഹയർ വോളിയമിലേക്ക് നമ്മൾ ക്രാങ്കപ്പ് ചെയ്താലും ആ ബേസിലൊരു പതർച്ചയൊന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ അതൊരു നല്ല ആസ്പെക്റ്റാണ്. പക്ഷേ മിഡ്സും അത്രയൊന്നും മിഡ്സിലേക്ക് ഇത്ര കോൺസെൻട്രേഷൻ ഇല്ല, കാരണം ബേസാണ് അതിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വോക്കൽസും കുഴപ്പമില്ല, എന്നാൽ സൗണ്ട് ക്വാളിറ്റി ഓവറോൾ പറയുകയാൽ കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് TWSന് വേണ്ട ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. പ്രത്യേകിച്ച് നിങ്ങളൊരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ അല്ലെങ്കിൽ വോക്കൽസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പ്രോബ്ലി അത്രയ്ക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു 2000 രൂപ വരെ പോയിട്ട് കുറച്ചും കൂടെ ബെറ്റർ TWS എടുക്കുകയായിരിക്കും നല്ലത്. ഇത് ബേസ് പെർഫോമൻസ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ചാർജിൽ എനിക്ക് തോന്നുന്നു 5 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. മാക്സിമം 30 മണിക്കൂർ കിട്ടുന്നു. അതും എനിക്ക് തോന്നുന്നു ഒരു 25-26 മണിക്കൂറിലൊക്കെ കിട്ടുള്ളൂ, അതിനപ്പുറമൊന്നും കിട്ടില്ല. അപ്പോൾ ബാറ്ററി ലൈഫ് ഓക്കേഷ് എന്ന് വേണ്ടി പറയാം. അതായത് ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും ഇല്ലെങ്കിലും മോശമല്ല. ഒരു 5 മണിക്കൂറൊക്കെ ആണ് ആവറേജ് ഒരു സിംഗിൾ ചാർജിൽ നിങ്ങൾക്ക് ബഡ്സിൽ കിട്ടും. ബാക്കി നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയർ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി, അതായത് 1200 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു വേർത്താണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷവമി വെയർ ആപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കണ്ടില്ലേ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ആകെ അഡീഷണൽ സെറ്റിംഗ്സിൽ ലോ ലേറ്റൻസി എനേബിൾ ചെയ്യാം. 60 millisecond ലോ ലേറ്റൻസി മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഓപ്ഷൻസ്. വേറെ ഇതിനകത്ത് ആപ്പിനകത്ത് വേറെ സെറ്റിംഗ്സും അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതാണ് പോക്കോൻ്റെ ആദ്യത്തെ ബഡ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ ബഡ്സ്. വെറും 1200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പോക്കോ പുറത്തെ ബഡ്സ് ഒക്കെ ലോഞ്ച് ചെയ്ത് ഇന്ത്യയിൽ ഇത് ആദ്യത്തെ ബഡ്സാണ് പോക്കോ ബഡ്സ്. അപ്പോൾ 1200 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബഡ്സാണ്. ഡെഫിനറ്റ്ലി ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബേസ് പെർഫോമൻസും ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയും ഓഡിയോ കോൾസ് ആണെങ്കിലും കുഴപ്പമില്ല. വോക്കൽസും കുഴപ്പമില്ല. ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. ടച്ച് കൺട്രോൾസ് അത്യാവശ്യം ഡീസൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ നല്ലതാണ്. ഒരു ബ്രൈറ്റ് യെല്ലോ കളറിൻ്റെ ഒരു ടച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കാര്യമായ പരാതികളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 1200 രൂപയ്ക്ക് ആ വിലയ്ക്ക് വേർത്താന്ന് പറയാം. പക്ഷേ സൗണ്ട് ക്വാളിറ്റിയിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കേണ്ട കേട്ടോ. ഒരുപാട് ബേസാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബാലൻസ്ഡ് വേണമെങ്കിൽ എനിക്കൊന്ന് 2000-2500 രൂപ മുടക്കായിരിക്കും നല്ലത്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി TWS ആണെന്ന് പറയാം പോക്കോ ബഡ്സ്. അപ്പോൾ പോക്കോ ബഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. 1199 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പോക്കോ ബഡ്സിനെ കുറിച്ച് കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.